ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? നമ്മളെ സെലു കിച്ചൻ വളപുരം ഇല്ലേ, ആ താത്താൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ? സ്റ്റാൻഡേർഡ് ഭർത്താവിന് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എല്ലാവരും റിയാക്ട് വീഡിയോ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോ വല്ലാതെ വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സ്റ്റാൻഡേർഡുള്ള ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട്. അങ്ങനെ പലവിധ രീതിയിൽ അതിനിട്ട് പെരുമാറിയ ആൾക്കാരുണ്ട്. ആ ഒരു കണ്ടന്റിനെട്ടാ, അല്ലാണ്ട് സെൽത്താത്താനല്ല. അതിൻ്റെ ഒരു ആവശ്യമാണത്. ആ സെൽത്താത്താൻ്റെ ഒരു ആവശ്യമാണ് എനിക്ക് സ്റ്റാൻഡേർഡുള്ളൊരു ഭർത്താവിനെ വേണമെന്ന്. അത് അങ്ങനെ അതേപോലെ വന്ന് പറഞ്ഞ് അതിനടുത്ത് പെരുമാറിയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. റിയാക്ഷൻ ചെയ്യുന്നല്ല, അങ്ങനെ ഒരു ആവശ്യം അതിൻ്റെ മനസ്സിൽ വന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയണത്. അങ്ങനെ ഒരു ആവശ്യം ഒരാളുടെ മനസ്സിൽ, ഒരു പെണ്ണിൻ്റെ മനസ്സിൽ അങ്ങനെ വന്നെങ്കിൽ അതിന് ഒന്നുകിൽ അതിനെ കിട്ടിയ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളായിരിക്കില്ല ചിലപ്പോൾ. അതല്ലെങ്കിൽ അത് അങ്ങനെ ഒരാൾ ആഗ്രഹിച്ചിട്ട് അതിനങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇനി ഒരാളെ കിട്ടുമ്പോൾ അങ്ങനത്തെ ഒരാൾ വേണം, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി സംസാരിക്കുന്ന ആളെന്നാണ് അത് പറഞ്ഞത്. അതാണ് അതിൻ്റെ ആവശ്യം. അപ്പം ഞാൻ പറയണത് എന്താണെന്നറിയോ? ഒരു പെണ്ണിനൊരു ഭർത്താവിന് കിട്ടുമ്പോൾ അത് കുറച്ച് സ്റ്റാൻഡേർഡോട് കൂടി സംസാരിക്കുന്ന ആളാവണം, അല്ലാണ്ട് അത് ശരിയാവില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണ പ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കുകയായാലും, ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കുകയായാലും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ആലോചന നടത്തുകയായാലും, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ആലോചന നടത്തുകയായാലും സ്റ്റാൻഡേർഡ് അത് വേണം, എന്തായാലും വേണം. ഞാൻ സമ്പത്തിനേക്കാൾ ഒരു പടി മുന്നേ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം എന്നാണ്. സമ്പത്തുള്ളതിനേക്കാൾ നമ്മൾ സമ്പത്ത് വേണം. ഇപ്പോൾ പെൺപിള്ളേരൊക്കെ, പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ സമ്പത്തുള്ള ആൾക്കാർക്കാണ് പോണുള്ളൂ, കല്യാണം കഴിച്ച് പോണുള്ളൂ. അതൊക്കെ നോക്കണോടുകൂടി തന്നെ അയാൾ കുറച്ച് സംസ്കാരം, സ്റ്റാൻഡേർഡോടുകൂടി സംസാരിക്കണ ആളാണോ ഒന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമേ ഉള്ളൂ. പിറ്റുന്ന തൊട്ട് ജീവിതമാണ്, പിന്നെ മരണം വരെയും ജീവിതമാണ്. അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും വരാനുണ്ടാവും. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, അതല്ലാതെ തന്നെ നമ്മൾക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് പിന്നെ ജീവിതത്തിൽ നമ്മുടെ മക്കളുണ്ടാവും, നമുക്ക് മക്കളുണ്ടാവും, മക്കൾ മുഖാന്തരം ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. പലവിധ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ജീവിതത്തിലുണ്ടാവും. ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിൻ്റെ അന്നുപോലെ തന്നെ ജീവിതാവസാനം വരെ ഉണ്ടാവില്ല. അന്നത്തെ ആ ഒരു സന്തോഷം, അന്നത്തെ ആർഭാടമൊന്നും കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റുന്ന മുതലുള്ള ജീവിതത്തിലുണ്ടാവില്ല. പിന്നെന്ന് വെച്ചാൽ കല്യാണം എന്ന് കഴിക്കുമ്പോൾ ആണിൻ്റെ മനസ്സിലായാലും പെണ്ണിൻ്റെ മനസ്സിലായാലും ഒരു ചിന്തയേ ഉണ്ടാവുള്ളൂ. ബൈക്കിൽ പോകണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അങ്ങനെയുള്ള ചിന്തകളുണ്ടാവുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ജീവിതം നമ്മളെ വേറൊരു വഴിയിലോട്ട്, നമ്മുടെ സങ്കല്പത്തിൽ, നമ്മളെ ആഗ്രഹങ്ങളിൽ നിന്നും ആ വഴിയിലൂടെ ഒന്നും ആവില്ല പോവുക. ജീവിതം വേറൊരു വഴിയിലൂടെ ആവും പോവുക. അപ്പം അവർ രണ്ടുപേരും അതെന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ അറിഞ്ഞില്ല, ഇന്നത്തെ വരെ അറിയാത്തൊരു കാര്യം നാളെ തൊട്ട് അറിയാൻ പോവുകയാണ്. അപ്പം അത് ഉണ്ടാവും എന്ന് ചിന്തിക്കണം.
അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ചില ആൾക്കാർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 9-ാം മാസത്തിലൊരു പ്രസവം ആയി, കുട്ടിയായി. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും ഭാര്യ ചിലപ്പോൾ ഗർഭിണിയായിരിക്കും. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസ് വരികയാണ്. ഹോസ്പിറ്റൽ കേസ് വരും. അപ്പോൾ ഈ പെണ്ണിന് ചിലപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടി, അതെല്ലാം ചെക്കപ്പ് ചെയ്യേണ്ടതൊക്കെ ഇനിയിപ്പോൾ ഗർഭിണി തന്നെ ആണോ, അതല്ലാതെ വേറെ വല്ല പ്രശ്നങ്ങൾ, അല്ല ഛർദി, നല്ല ചിറ്റൽ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ല ഈ ഒരു മാസമൊക്കെ ഗർഭിണി ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എന്താണ് എന്നുള്ളത് അറിയാൻ. അപ്പോൾ അവൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അവൻ അന്ന് അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവന് എന്ത് ചെയ്യും? അപ്പോൾ ഈ പെണ്ണിനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണമെന്നും അവൻ മൈൻഡ് ചെയ്യാതെ ഒന്നുകിൽ അവൻ ജോലിക്ക് പോവുക എന്തെങ്കിലും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അവന് കയ്യിൽ ചിലപ്പോൾ അന്ന് പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവനവിടെ അനങ്ങാതെ അവിടെ ഇരിക്കും. അത് കണ്ടില്ല കേട്ടില്ല വെച്ചിട്ടിരിക്കും. അപ്പോൾ ഇവിടെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ആരും ചിലപ്പോൾ അമ്മായിമാരുണ്ടാവും, നത്തൂന്മാരുണ്ടാവും, ഏട്ടന്മാർ ഭാര്യമാരുണ്ടാവും, എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അവരൊന്നും ഈ പെണ്ണിനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറയണുണ്ടാവില്ല, ഇവനോട്ട് കൊണ്ടുപോകണുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം കല്യാണം കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആയുള്ളൂ. ചിലപ്പോൾ വീട്ടിൽ സ്വന്തം വീട്ടിലുള്ളൊരു ഉമ്മയും ബാപ്പ ആങ്ങളമാർ ആരെങ്കിലും വരുമ്പോൾ ഈ പെണ്ണ് കുഴഞ്ഞ് തളർന്ന് കിടക്കണതാവും കാണുക. അപ്പോൾ അവർ പറയും, ആങ്ങളെ വന്നിച്ചെങ്കിൽ പറയും, എൻ്റെ സഹോദരനൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, എന്താ നിങ്ങൾ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ആങ്ങളെ ചിലപ്പോൾ മിണ്ടാതെ പോവും. എന്നിട്ട് ഇപ്പോൾ ഒരു ഉമ്മാനോടും അപ്പനോടും പറയും, അവളവിടെ വയ്യാതെ കിടക്കുകയാണ്, അവനൊന്നും ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടാവില്ല, അവൾ കുഴഞ്ഞ് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഛർദ്ദിച്ച് തളർന്നിട്ടൊക്കെയും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ അപ്പാടെ മാടി ചെന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല. അവർ ഓടിപ്പാടി വരും. അവർ വന്ന് അപ്പോൾ ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ട് ഞങ്ങൾ പിന്നെ കൊണ്ടുപോയിക്കൊണ്ട്, ഞങ്ങളിപ്പോൾ അത്ര വലിയ അസുഖമൊന്നുമില്ല, അത്ര ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ ഒന്നുമില്ല. ഈ വേണ്ടി 2 ദിവസമായി കിടപ്പ് എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ എണീറ്റിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഇവർ വീട്ടിലുള്ളവർ 8-10 അംഗങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചായാലും ഉള്ളവർ സ്വന്തം ഭർത്താവ് പോലും അങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർ മാതാപിതാക്കൾ തമ്മിൽ വർത്താനായി, സംസാരമായി. പിന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ വായിന്ന് വരുന്ന ഓരോ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ ആ ഭാര്യ എന്ന് പറഞ്ഞ ആ പെണ്ണ് ചിലപ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് മരിച്ചിട്ട് ഭൂമിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഒരവസ്ഥയിൽ അത്രക്ക് കുത്തുന്ന സംസാരങ്ങൾ ആളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അത് സംസ്കാരത്തിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനത്തെ സ്റ്റാൻഡേർഡില്ലായ്മയുടെ ഒരു ഭാഗമാണ് അങ്ങനത്തെ സംസാരങ്ങൾ വരുന്നത്. അതായത് എനിക്ക് മരിക്കോളം ജീവിക്കേണ്ടതാണ്. അപ്പോൾ മരിക്കോളം ജീവിക്കുമ്പോൾ ഈ ആളും ഞാൻ കൊടുന്ന പെണ്ണും എൻ്റെ കൂടെ ജീവിക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കളുണ്ടാവും, അവരുടെ കാര്യങ്ങൾ വരും, അവർക്ക് പ്രശ്നങ്ങൾ വരും, ഈ വൈഫിനെ നോക്കേണ്ട അവസ്ഥകൾ വരും. അതൊന്നും ഇവർ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ഇവർ പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞ ആ ഒരു മറ്റേ ചിന്ത മാത്രം അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ, അതായത് ആണുങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ പലതും ആഗ്രഹിച്ചിട്ടാവും. പിന്നെ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ട് അപ്പാൻ്റെ ഉമ്മാൻ്റെയും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടും ഇതൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ജീവിതം ചിലപ്പോൾ കിട്ടിയിട്ടേ ഉണ്ടാവില്ല. എന്താ വെച്ചെങ്കിൽ ഉപ്പാടെ കഴിവില്ലായ്മയും ഉമ്മാക്ക് ചില അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെ കുഞ്ഞു സഹോദരങ്ങളുണ്ടാവും. അവർക്ക് ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും ഉപ്പാനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടാതെ പല വിഷമങ്ങളും സഹിച്ചിട്ട് നമുക്കൊരു ഭർത്താവിനെ കിട്ടിയാലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന പെണ്ണുങ്ങളാവും. ഇവനെ പോലെ ബൈക്കിൽ പോകണം, സിനിമക്ക് പോകണം, പുറത്ത് പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് വരുന്നവരായിരിക്കും. പക്ഷെ ഇവരങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു രാത്രി ഉപയോഗം ഉണ്ടല്ലോ, അത് മാത്രമാണ് അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ആവശ്യം കഴിഞ്ഞ് ആവശ്യം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവള് ഗർഭിണിയുമായി. പിന്നീട് വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും, ഇപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോകണമെങ്കിൽ കാശ് വേണ്ടേ, അതില്ലെങ്കിൽ ഇപ്പോൾ കാശ് ഉണ്ടെങ്കിൽ കൂടി ഈ ആൾ ഇതിനെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ആ ആളുടെ ഒരു
ആൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റായിക ഒരു ഇറിറ്റേഷൻ വരികയാണ്. ചിലപ്പോൾ ആൾ തിണ്ടത്തിങ്ങനെ കയറി സുഖമായിട്ട് ഇരിക്കുന്ന ആളാവും. ആ ആള് ഈ പെണ്ണിനെ കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണ്ടേ. അപ്പം അതൊന്നും ആൾക്ക് ചെയ്യാൻ വയ്യ, കൊണ്ടുപോകാൻ വയ്യ, കാശ് ചിലവാക്കാനും വയ്യ. അപ്പോൾ അതാണ്. പിന്നെ എന്താ കൊണ്ടുപോയില്ല, അവിടെ മിണ്ടാതിരിക്കുകയല്ല ചെയ്യുക. പിന്നെ വായെന്ന് വരുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വന്ന പെണ്ണ് വന്ന പോലെ പോകും. അതല്ലെങ്കിൽ അവിടെ ആത്മഹത്യ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് അങ്ങനത്തെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾ വേണമെന്ന് പെണ്ണുങ്ങൾ ആഗ്രഹിച്ച് പോകാണ്ടാവുന്നൊരു കാരണം അതാണ്. ഇവർ ജീവിതത്തിൽ പിന്നെ വരുന്ന ഒരു പ്രശ്നങ്ങൾക്കൊന്നും ഇവരൊരു ഉത്തരവാദിയല്ല. കല്യാണം കഴിഞ്ഞാൽ മക്കളുണ്ടാവുന്ന പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും, ഭർത്താക്കന്മാർ. അവരെന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഞാൻ ഗർഭിണിയാണെന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോഴാണ് അയാൾ അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ പറ്റോ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഉണ്ടായി അന്ന പറ്റോ അങ്ങോട്ട് പറഞ്ഞ്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോൾ വരില്ലല്ലോ. പിന്നീട് അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ 7-ാം മാസം 4-ാം മാസം നെയ്യൊടിക്കാൻ കൊണ്ടുപോകൽ, 7-ാം മാസം പ്രസവത്തിന് കൊണ്ടുപോകൽ, 9-ാം മാസം വയറാണാൻ പോകൽ, പ്രസവിക്കൽ, പ്രസവ ആശുപത്രി ചെലവ്, പെറ്റാൽ പ്രസവിച്ചത് കാണാൻ വരൽ, പിന്നെന്താ പറയുക 40-90 കുട്ടിക്കൊണ്ടുപോകൽ. ഇനിയിപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ സുന്നത്തയ്ക്കൽ. മുസ്ലിങ്ങളുടെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്, അല്ലാത്തവരുടെ കാര്യവും എല്ലാം. മുസ്ലിം ആണെങ്കിൽ സുന്നത്തയ്ക്കൽ, എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയണത്. ഇതൊക്കെ ഭാരിച്ച ചിലവുകൾ വരുന്ന കാര്യങ്ങളാണ്. ഭാരിച്ച ചിലവിന് പണം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഓടണം. ഓരോ കാര്യത്തിനും ആൾ ഓടിയാലാണ് ഇതും കൂടി നടക്കുള്ളൂ. പൈസ ഉണ്ടായിട്ട് മാത്രമേ നടക്കില്ല. അപ്പോൾ അവർക്ക് ഓടാനും അവർക്ക് വയ്യ, പിന്നെ പണം ചിലവാക്കാൻ അവരടുത്തില്ലേനും. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ട് ഇവരെന്താ പറയണതെന്ന് വെച്ചാൽ ഈ പെണ്ണിനെ പറ്റി മോശം അഭിപ്രായങ്ങൾ പറയുക, ഈ ഗർഭം അവിഹിതമെന്ന് പറയുക, പിന്നെ ഞങ്ങളൊന്നും അതിന് ഉത്തരവാദിയല്ല എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഗർഭിണിയായാൽ പിന്നെ അയാൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ആകെ 9-ാം മാസം ആയാൽ പ്രസവിക്കും ഇല്ലേ. അപ്പോൾ ആ 9 മാസം വരെ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പൈസ വേണം, നമ്മൾ കൊണ്ടുപോകാൻ ഒരാൾ വേണം, ഒക്കെ വേണം. ഇതൊന്നും ഇവർ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളുണ്ട്, ഓരോരുത്തരവസ്ഥകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഉള്ള ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ചിന്തിക്കണതും പറയണതൊക്കെ എന്താ, കഴിവുണ്ടോ സമ്പത്തുണ്ടെങ്കിലേ പോകുന്നുള്ളൂ, അല്ലാത്തവർക്ക് പോകണില്ല. അങ്ങനെ തീരുമാനം പെണ്ണുങ്ങൾ എടുത്തിക്കണം. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഇതന്നെ, ഈ വായിലെന്നാവ് നന്നാവണം, സ്റ്റാൻഡേർഡോടുകൂടി സംസാരിക്കണം. ഓരോ കാര്യത്തിനും അതിൻ്റേതായ റെസ്പെക്റ്റ് അതിന് കൊടുത്തിട്ട് അതിനെ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കണം. അല്ലാണ്ടൊന്നും ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പോവില്ല. അതിനിപ്പോൾ സെലുവിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. സെലുവിന് അങ്ങനെ വേണം, ഒരാളെ കിട്ടുമ്പോൾ അങ്ങനെ വേണം. അല്ലാതെ നമ്മളിങ്ങനെ കൊല്ലം പെറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരാളുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തൊരു പെണ്ണിന് കാര്യം. അങ്ങനത്തെ ഒക്കെ കാലങ്ങൾ കഴിഞ്ഞ് പോയിട്ടുണ്ട്. എത്രയേ പെൺജന്മങ്ങൾ അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ട് ഈ ലോകത്ത്. 10 മക്കളേനും 15 മക്കളേനൊക്കെ പ്രസവിച്ച് പോയിട്ടുള്ള പെണ്ണുങ്ങളുണ്ട് ഈ ലോകത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ കൊല്ലം പ്രസവിക്കുക, അതിന് മാത്രം ഒരാൾ ഗർഭിണിയാക്കി തരണ്ടേ, അതിനൊരാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടുകാർ ചെയ്യുക. അവരെ വളർത്തലും പഠിപ്പിക്കലൊക്കെ നാട്ടുകാർ, വല്ല ചാരിറ്റിക്കാർ. പിന്നെ ഗർഭിണിയായ പ്രസവിക്കലും അതുവരെയുള്ള ചിലവും പ്രസവ ചിലവും ഒക്കെ പെണ്ണിൻ്റെ ആൾക്കാർ ചെയ്യുക. എന്നിട്ട് 90 കഴിഞ്ഞാൽ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുക. എന്നിട്ട് പിന്നെ 9-ാം മാസം വീണ്ടും ഇതന്നായിട്ട് വരികയാണ് സ്വന്തം വീട്ടിലേക്ക്. അങ്ങനത്തെ ഒക്കെ ആണുങ്ങളുണ്ടോ ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ പറയണത്. സ്റ്റാൻഡേർഡുള്ള ഒരു ഭർത്താവിനെ വേണം, അത് കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആളാവണം എന്ന് പറയാനുള്ള കാരണമൊക്കെ അതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.